This video we are going to discuss about Hermitian operator. Hermitian, Hermitian operator. അപ്പം Hermitian ഓപ്പറേറ്ററിന് നമ്മൾ രണ്ട് ആർബിട്രറി ഫങ്ഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? വി ആർ കൺസിഡറിങ് ടു ആർബിട്രറി ഫങ്ഷൻസ്. ടു ആർബിട്രറി ഫങ്ഷൻസ് ഏതൊക്കെയാണ് ആർബിട്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്? psi m of x and psi n of x. അപ്പം നമ്മൾ Hermitian ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വി ആർ ഗോയിങ് ടു കൺസിഡർ two arbitrary functions, okay, that is one is psi m of x and psi n of x, and we are considering the operator a is the operator. അങ്ങനെയാണെങ്കിൽ an operator a is said to be Hermitian. psi m o psi n o എന്ന് പറയുന്ന arbitrary function അല്ല. ഇവിടെ we are stressing more about the operator. We are giving importance to operator. അപ്പോൾ ഈ ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആവണമെങ്കിൽ, ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? സി വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഓപ്പറേറ്റർ എ ആൻഡ് വി ആർ ഗോയിങ് ടു സേ ദാറ്റ് ദിസ് ഓപ്പറേറ്റർ ഈസ് ഗോയിങ് ടു ഹാവ് എ പ്രോപ്പർട്ടി കോൾഡ് ആസ് ഹെർമീഷ്യൻ. ഹെർമീഷ്യൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് റൂൾ ഓർ ഇറ്റ് ഷുഡ് ഫോളോ ദ റൂൾ. ഇൻറ്റഗ്രൽ psi m star, psi m star എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ആണ്. എ ഓപ്പറേറ്റർ psi n dx is equal to integral a star psi m star psi n dx. ഇങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേറ്റർ ഹെർമീഷ്യനാണ്. അതായത് ഒരു ഓപ്പറേറ്റർ തന്നാൽ നമ്മൾ LHSും RHSും എഴുതുമ്പോൾ ഇഫ് ദിസ് ഈസ് ഫോളോയിങ്, അത് ഈ ഫംഗ്ഷൻ ഫോളോ ചെയ്താൽ നമ്മൾ അതിന് എന്ത് പറയും? ഹെർമീഷ്യൻ എന്ന് പറയും. ഇനി ബ്രാക്കറ്റ് നൊട്ടേഷനിൽ നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് ഒക്കെ പഠിച്ചതല്ലേ? ഇപ്പോൾ ബ്രാക്കറ്റ് നൊട്ടേഷനിൽ എഴുതുന്നത് psi m a psi n, psi m a psi n is equal to a psi m psi n, or can also be written as psi n a psi m star. Okay, so ഇതാണ് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പം നമ്മൾ രണ്ട് ആർബിട്രറി ഫങ്ഷൻസ് ആണ് കൺസിഡർ ചെയ്തത്, psi n ഉം psi m ഉം. അങ്ങനെ ആർബിട്രറി ഫങ്ഷൻസ് കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു ഓപ്പറേറ്റർ എ ഹെർമീഷ്യൻ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ഫോളോ ദ റൂൾ. ബ്രാക്കറ്റ് നൊട്ടേഷനിൽ നമുക്ക് ഇതേ കാര്യം തന്നെയാണ് വി ആർ റൈറ്റിംഗ് ഇറ്റ് ഹിയർ. ഓക്കെ, നമുക്ക് രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് ഹെർമീഷ്യനിൽ ഉള്ളത്. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൽ നമുക്ക് കാണേണ്ട വെരി ടു ഇമ്പോർട്ടൻസ് തിയറമാണ് ഉള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് of the Hermitian operators are eigen values of the Hermitian operator is real. Eigen values of the Hermitian operators are real. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ തിയറം എന്ന് പറഞ്ഞാൽ any two eigen functions of a Hermitian operator that belong to different eigen values are orthogonal. അപ്പം നമ്മളിത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യത്തത് ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഈസ് റിയൽ അല്ലേ? അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ഫോർ പ്രൂവിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ. നമ്മളൊരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എയെ കൺസിഡർ ചെയ്തു. നമുക്കറിയാം ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ വെൻ ദിസ് ഓപ്പറേറ്റർ ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ എ ഫങ്ഷൻ we get an eigen value a of n and the function. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? ഇത് ഓപ്പറേറ്റർ ആണ്. ഈ ഓപ്പറേറ്റർ ഒരു ഐഗൻ ഫങ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ we get the eigen value and the function അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഓർ ഒന്നേ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് അങ്ങ് എടുക്കാം, അതാണ് എളുപ്പം. ഓർ വി നീഡ് ടു ഇൻറ്റഗ്രേറ്റ്. രണ്ട് രീതിയിലും ചെയ്യാം. ടേക്കിംഗ് inner product with psi of n, taking inner product with psi of n, psi of n a psi n is equal to a n psi n of psi n. psi n of psi n എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ നമുക്ക് a n കിട്ടി. സോ അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ a psi n എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ ഇക്വേഷനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ psi n സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്
വി നീഡ് ടു ഇൻറ്റഗ്രേറ്റ്, നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഒന്നീ വി ഹാവ് ടു ടേക്ക് ദ ഇന്നർ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ വി നീഡ് ടു മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് സൈ എൻ സ്റ്റാർ. സൈ എൻ സ്റ്റാർ കൊണ്ട് അതും വേണമെങ്കിൽ നമുക്ക് എഴുതാം. രണ്ടും കൂടെ ചെയ്യണ്ട. നോ നീഡ് ഓഫ് ദീസ് ടു സ്റ്റെപ്സ്, ഐദർ വൺ ഓഫ് ദം ഈസ് റിക്വയർഡ്. ഐദർ യു ക്യാൻ ടേക്ക് ദ ഇന്നർ പ്രോഡക്റ്റ് ഓർ ഇങ്ങനെയും ചെയ്യാം. ഏതാണ് ഈ ഇക്വേഷനിൽ സൈ എൻ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വി വോണ്ട് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. വി നീഡ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. an into integral psi n star psi n dx from minus infinity to plus infinity. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? an. സോ ഐദർ യു റൈറ്റ് ദിസ് സ്റ്റെപ്പ് ഓർ യു റൈറ്റ് ദിസ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പം നമുക്ക് അപ്പോൾ ഹെർമീഷ്യൻ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ പ്രോപ്പർട്ടി സിൻസ് എ ഈസ് ഹെർമീഷ്യൻ, നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് വെച്ചാണെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ? എ സൈ ഓഫ് എൻ is equal to a n star psi n, that is equal to a n star. That means a n is equal to a n star. This is possible only when either we can, if നമ്മളിപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ബട്ട് ഇഫ് യു ആർ യൂസിങ് ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Integral minus infinity to plus infinity a star psi n dx is equal to an, or you can write an star is equal to psi n star. The a star alle, so an star is equal to psi n star dx, that is equal to an star. That means that an is equal to an star alle, an is equal to an star. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു, if you are using inner product എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ആണെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പ് വേണം? ഈ സ്റ്റെപ്പ് വേണം, ഈ സ്റ്റെപ്പും വേണം, ഈ സ്റ്റെപ്പും വേണം. ഓക്കെ, ദീസ് 3 steps ഇഫ് യു ആർ ടേക്കിംഗ് ഇന്നർ പ്രോഡക്റ്റ്. അല്ല നമ്മൾ സൈ എൻ സ്റ്റാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇഫ് യു ആർ മൾട്ടിപ്ലൈയിങ് യു നീഡ് ടു യൂസ് ദിസ് സ്റ്റെപ്പ് ആൻഡ് ദിസ് സ്റ്റെപ്പ്. എന്തായിരുന്നാലും സെയിം തന്നെയാണ്. നോ നീഡ് ടു റൈറ്റ് ബോത്ത് ഓഫ് ദം ടുഗെദർ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? അപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? ദാറ്റ് മീൻസ് ദാറ്റ് ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് an ഈസ് റിയൽ. അപ്പോൾ റിയൽ ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ് അല്ലേ? സോ ഇഫ് an ഈസ് ഈക്വൽ ടു an സ്റ്റാർ, ഇത് പോസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? an എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം അല്ലേ? ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് an ഈസ് റിയൽ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഐഗൻ വാല്യൂസ് ഓഫ് ദ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആർ റിയൽ. ഇതല്ലേ ഐഗൻ വാല്യൂ? അപ്പോൾ an ആണ് ഒന്നിൻ്റെ ഐഗൻ വാല്യൂ. അപ്പോൾ an ഈസ് ഈക്വൽ ടു an സ്റ്റാർ വരണമെങ്കിൽ ദിസ് an ഈസ് ഈക്വൽ ടു, അതാണ് ഐഗൻ വാല്യൂ. അപ്പോൾ അത് വരണമെങ്കിൽ an ഷുഡ് ബി റിയൽ. സോ ഐഗൻ വാല്യൂസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഈസ് റിയൽ. അപ്പോൾ അതാണ് നമ്മളുടെ ആദ്യത്തെ തിയറം. രണ്ടാമത്തെ തിയറം എന്ന് പറയുന്നത് ഐഗൻ ഫങ്ഷൻസ് ഓഫ് എ ഹെർമീഷ്യൻ, HO എന്ന് എഴുതിയ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ്. ഐഗൻ ഫങ്ഷൻസ് ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ദാറ്റ് ബിലോങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് രണ്ടെണ്ണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനു വേണ്ടി വിൽ ബി കൺസിഡറിങ്, നമുക്കൊരു കാര്യം കൺസിഡർ ചെയ്യാം. ലെറ്റ് us കൺസിഡർ 2 ഫങ്ഷൻസ്. ഒന്നെന്ന് പറയുന്നത് എ സൈ ഓഫ് എൻ എക്സ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എ ഓഫ് എൻ സൈ എൻ എക്സ് ആവണം. എ സൈ എം ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഐഗൻ വാല്യൂ എ എം സൈ എം ഓഫ് എക്സ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞത് ഐഗൻ ഫങ്ഷൻസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ദാറ്റ് ബിലോങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എ എന്നും ഒന്ന് എ എമ്മും ആണ്. അവർ ഓർത്തോഗണൽ ആയിരിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്കറിയാം എ ഓഫ് ബി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 0 ആണ് ഓർത്തോഗണൽ പ്രോപ്പർട്ടി. ഐ തിങ്ക് യു റിമെമ്പർ, നമ്മൾ കുറച്ച് ദിവസം നേരത്തെ പറഞ്ഞു എ ബി ഈസ് ഈക്വൽ ടു 0. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ ബി 0 ആണെങ്കിൽ നമ്മളതിന് എന്തോന്ന് പറയും? ഓർത്തോഗണൽ എന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറയാൻ പോണത് ഐഗൻ ഫങ്ഷൻസ് ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ദാറ്റ് ബിലോങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഹൗ വി ആർ ഗോയിങ് ടു സോൾവ് ദിസ്? അപ്പോൾ ഐദർ വി ക്യാൻ യൂസ് ദ ഇന്നർ പ്രോഡക്റ്റ് ആൻഡ് ഓൾസോ ദ ഇൻറ്റഗ്രൽ. അപ്പം ഞാൻ ആദ്യം ഇന്നർ പ്രോഡക്റ്റ് വെച്ച് ഇൻറ്റഗ്രൽ വെച്ച് കാണിച്ചു തരാം. ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷന്
ആ ഇക്വേഷന് നമ്മൾ സൈ എം സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വി വിൽ ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. ഓക്കെ, നമുക്കപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സൈ എം സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ. എന്നിട്ട് നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഏത് ഇക്വേഷനെയാണെന്ന് നോക്കാം. അപ്പോൾ എ സൈ എൻ എക്സ് ഈസ് ഈക്വൽ ടു എ എൻ സൈ എൻ എക്സ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ അല്ലേ. നമ്മൾ ഈ രണ്ട് ഇക്വേഷനാണ് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് വെച്ച് കൺസിഡർ ചെയ്തത്. നമ്മൾ ചെയ്യാൻ പോണത് സൈ എം സ്റ്റാർ കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് -∞ ടു +∞ നമ്മളവനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സൈ എം സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം -∞ ടു +∞. അപ്പം സൈ എം സ്റ്റാർ എ സൈ എൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആര് വേണം? ഡി എക്സും വേണം അല്ലേ. ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ അല്ലേ. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ റൂൾ എന്താണ്? സൈ എം സ്റ്റാർ എ സൈ എൻ ഡി എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? എ സൈ എം സ്റ്റാർ എന്ന് എഴുതാം അല്ലേ. അപ്പം -∞ ടു +∞ എ സൈ എം സ്റ്റാർ ആണ്. അപ്പം നമുക്കതിനെ എ സ്റ്റാർ സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് എന്ന് എഴുതാം. അതായത് എ എൻ ഇൻറ്റു ഇൻറ്റഗ്രൽ -∞ ടു +∞. ഓക്കെ, ഇപ്പം എൽ എച്ച് എസ് അല്ലേ മാറിയുള്ളൂ. അപ്പം എ സ്റ്റാർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എ തന്നെയാണ്. അതിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എ എം ആണ് അല്ലേ. -∞ ടു +∞ സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു എ എൻ ആർ എച്ച് എസ്. അതുപോലെ തന്നെ അപ്പം നമുക്കറിയാം ഇൻറ്റഗ്രലിൻ്റെ രണ്ടകത്തും ഒരേ വാല്യൂ അല്ലേ. അപ്പം നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ എ എം മൈനസ് എ എൻ ഇൻറ്റു ഇൻറ്റഗ്രൽ സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ് ഈക്വൽ ടു 0. ഐഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഈ എ എം മൈനസ് എ എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം ആര് 0 ആയിരിക്കും? ഇയാളങ്ങ് 0 ആയിട്ട് പോവും. ദാറ്റ് മീൻസ് ദാറ്റ് ഇത് 0 ആയുള്ള കാര്യം എന്താണ്? ദാറ്റ് ഈസ് ഓർത്തോഗണൽ. ദാറ്റ് മീൻസ് ഐഗൻ വാല്യൂസ് അല്ലേ, ഐഗൻ ഫങ്ഷൻസ് സൈ എമ്മും സൈ എന്നും ആരാണ്? ഐഗൻ ഫങ്ഷൻസ് ആണ്. അപ്പം രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ, ഇത് എ എമ്മും എ എന്നും എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ആണ്. അപ്പോൾ എ എമ്മും എ എന്നും ആരുടെയൊക്കെ വാല്യൂസ് ആണ്? സൈ എമ്മിൻ്റെയും സൈ എന്നിൻ്റെയും ഫംഗ്ഷൻ്റെ വാല്യൂസ് ആണ്. അപ്പോൾ സൈ എമ്മും സൈ എന്നും ഓർത്തോഗണലാണ് വെൻ ദേ ആർ ഹാവിങ് ദ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് എ എം ആൻഡ് എ എൻ. അതാണ് ഒരു ഹെർമീഷ്യൻ രണ്ടാമത്തെ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇത് ഇന്നർ പ്രോഡക്റ്റ് വെച്ചും ചെയ്യാന്നുള്ളതാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു വിത്ത് ഇന്നർ പ്രോഡക്റ്റ് ഓൾസോ, നോ പ്രോബ്ലം. എങ്ങനെയായിരുന്നാലും യു നീഡ് ടു ഡു ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ തന്നെ വേണമെങ്കിൽ നമ്മുടെ മൊമെൻറ്റം ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണോ എന്ന് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രൂവ് ദാറ്റ് മൊമെൻറ്റം ഓപ്പറേറ്റർ. അപ്പം ആ മൊമെൻറ്റം ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് IH ക്രോസ് d/dx ആണ് പി എക്സിന്. പി വൈ ആണെങ്കിൽ -IH ക്രോസ് d/dy. പി ഇസഡ് ആയിരുന്നെങ്കിൽ -IH ക്രോസ് d/dz ആണ്. അതാണ് നമ്മളുടെ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മൊമെൻറ്റം ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു സീ വെദർ ദ മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് ഹെർമീഷ്യൻ ഓർ നോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്ത് കൺസിഡർ ചെയ്യാം? ലെറ്റ് us see, നമുക്ക് രണ്ട് ഐഗൻ ഫങ്ഷൻസ് സൈ എ ബി സ്റ്റാറിൻ്റെ അകത്ത് IH ക്രോസ് d/dx എന്നിടാം, സൈ ബി ഡി എക്സ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇൻറ്റഗ്രലിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സൈ എം സ്റ്റാർ ഓപ്പറേറ്റർ എക്ക് പകരം ആരെ ഇട്ടു? -IH ക്രോസ് d/dx സൈ എൻ ഡി എക്സ്. ഇവിടെ എയും ബിയും എടുത്തതേ ഉള്ളൂ. നമുക്കറിയാം ഇതിനെ പാർട്ട് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇൻറ്റഗ്രേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? യു വി ഇൻറ്റഗ്രേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ഈവൻ ദോ യു നോ, ഐ വിൽ ജസ്റ്റ് റൈറ്റ് ദ ഫോർമുല. ഇൻറ്റഗ്രൽ യു വി ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി യു ബൈ ഡി എക്സ് വി ഡി എക്സ് അല്ലേ. ഇതല്ലേ ഇൻറ്റഗ്രൽ ബൈ പാർട്ട് എന്ന് പറയണത്. ഓക്കെ, ഇതാണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്ട്.
അപ്പം ഈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്ട് ഇവിടെ ചെയ്യണം. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. മൈനസ് ഐ എച്ച് ക്രോസ് നമുക്ക് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവനെ അങ്ങ് പുറത്തെടുത്തു. ഓക്കെ, യു ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ സൈ എ സ്റ്റാർ ആണ്. അപ്പോൾ യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി വി അല്ലേ. അപ്പോൾ സൈ എ സ്റ്റാർ ഇൻറ്റു സൈ ബി സൈ ബി ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ഐ എച്ച് ക്രോസ്. അത് എങ്ങനെയാണ് വരണതെന്ന് പറഞ്ഞുതരാം. സി നമുക്കിവിടെ മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു ഇതാണ് ഫൈനലി കിട്ടിയതെങ്കിലും സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നെന്നുള്ളത് ഐ വിൽ ജസ്റ്റ് ഷോ. അതുകൊണ്ടാണ് ഞാനത് വച്ചത്. സി നമുക്ക് ഇതിൽ മൈനസ് ഐ എച്ച് ക്രോസിനെ അങ്ങ് ഇതിൽ ഈ സ്റ്റെപ്പിനെ യു വി ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. നമുക്ക് ഈ മൈനസ് ഐ എച്ച് ക്രോസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തങ്ങ് എടുക്കാം. ഞാനിവിടെ സ്റ്റെപ്പ് എഴുതാം. ഇഫ് ഇറ്റ് ഈസ് നീഡഡ് യു സ്റ്റഡി, ദാറ്റ്സ് ഓൾ. ഐ എച്ച് ക്രോസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി സൈ ബൈ ഡി എക്സ് സ്റ്റാർ ഇൻറ്റു സൈ ഡി എക്സ് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിനെ മാത്രം അങ്ങ് പുറത്തെടുത്തു. ബാക്കി രണ്ടുപേരും ഇപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് ഈ സൈയെ കൂടെ അകത്തോട്ടെടുത്തു. ഇപ്പോൾ സൈ ബി ആണെങ്കിലും സൈ എ ആണെങ്കിലും ഞാൻ അകത്തോട്ടെടുത്തു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എയും ബിയും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ വിൽ ജസ്റ്റ് റൈറ്റ്. എയും ബിയും കിടക്കുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ. ഓക്കെ, അപ്പം നമ്മൾ മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി സൈ ബൈ ഡി എക്സ് സ്റ്റാർ ഇൻറ്റു സൈ ഡി എക്സ്. ഓക്കെ, സോ മൈനസ് ഐ എച്ച് ക്രോസ് സൈ. കാര്യം ഡി ബൈ ഡി എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതും കൂടെ നോക്കണം. ഡി ബൈ ഡി എക്സിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അത് വി ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. സോ മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് യു ഡാഷ് അല്ലേ. അതായത് ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി സൈ ബൈ ഡി എക്സ് സ്റ്റാർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഇൻറ്റു ഡി സൈ ബൈ ഡി എക്സ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ഡി എക്സ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സൈ ബൈ ഡി എക്സ് സ്റ്റാർ ആണ് നമ്മൾ വി ആയിട്ട് എടുത്തത്, യു ആണ് നമ്മൾ സൈ ആയിട്ടും എടുത്തത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇതിനെ ഇനി ബാക്കി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ്. അത് അതുപോലെ തന്നെ എഴുതുകയാണ്. ദെൻ സൈ ഇൻറ്റു സൈ സ്റ്റാർ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, സൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് സൈ സ്റ്റാർ ഇൻറ്റു ഡി എക്സ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഡി ബൈ ഡി എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എക്സ് ആണ് അല്ലേ. സോ ഇറ്റ് വിൽ ബി ബിക്കമിങ് ലൈക്ക് ദാറ്റ്. ഇവിടെ അപ്പോൾ അതിൻ്റെ മൈനസ് ഇവിടെ വന്നു. ഓക്കെ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഗെയിൻ ഡി സൈ ബൈ ഡി എക്സ് ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ്. അവിടെയും ഡി ബൈ ഡി എക്സിൻ്റെ മൈനസ് വരൂലേ. ഈ ഡി ബൈ ഡി എക്സിൻ്റെ മൈനസ് വരുമ്പോൾ ഇവിടെ എന്താവും? പ്ലസ് ആവും അല്ലേ. ഇനി നമുക്കറിയാമല്ലോ സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നത് ദിസ് വിൽ വാനിഷ് ഓഫ് അല്ലേ. ഇൻ്റഗ്രൽ അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ്. കാര്യം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് അല്ലേ. ഇത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇറ്റ് വിൽ വാനിഷ് ഓഫ് ഫസ്റ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. സോ വാട്ട് ഈസ് റിമൈനിങ്? മൈനസ് ഐ എച്ച് ക്രോസ് ഇൻ്റഗ്രൽ ഡി സൈ ബൈ ഡി എക്സ് ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈ സ്റ്റാർ ഇൻറ്റു ഈ ഐ എച്ച് ക്രോസിനെ അങ്ങ് അകത്തോട്ട് എടുത്തൂടെ. ഇപ്പം മൈനസ് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റം ഓപ്പറേറ്റർ അല്ലേ. ദിസ് ഈസ് ദ മൊമെൻറ്റം ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് മൊമെൻറ്റം ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ആണല്ലോ. സോ വി ക്യാൻ സി ഇത് ഇവിടെ പറഞ്ഞത് ഈ സ്റ്റെപ്പ് 0 ആയിട്ട് പോകും. പിന്നെ റിമൈനിങ് ഇതാണ് അല്ലേ. ദാറ്റ് ഈസ് ഐ എച്ച് ക്രോസ്. ഈ ഐ എച്ച് ക്രോസിനെ അകത്തോട്ട് എടുക്കുക. സോ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഇൻറ്റു മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ്. സൈ ഉണ്ട്. ഓക്കെ, psi of dx. So this is the momentum operator, or we can say integral psi star px psi
dx. That means that the momentum operator is Hermitian. Momentum operator Px is Hermitian. അപ്പോൾ അതാണ് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൽ ഉള്ളത്. ഓക്കെ, അപ്പം ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ആ രണ്ട് തിയറവും that is very important. Thank you.